ഹലോ പ്രിയപ്പെട്ടവരെ, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് ദുൽഖർ സൽമാനും ആന്റണി പെപ്പയും. ഈ രണ്ട് താരങ്ങൾക്കും ഒരുപാട് യൂത്ത് ആരാധകരുമുണ്ട്. ലക്കി ഭാസ്കർ എന്ന ചിത്രമാണ് ദുൽഖറിൻ്റെതായി അവസാനം വന്ന ചിത്രം. ആന്റണി പെപ്പയുടേതായി ദാവീദ് എന്ന ചിത്രമാണ് അവസാനം ഇറങ്ങിയത്. ഐ ആം ഗെയിം എന്ന ദുൽഖർ ചിത്രം കുറച്ചു നാളുകളായി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിലും ചിത്രത്തിലെ അഭിനേതാക്കളെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ പുതിയതായി എത്തുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഐ ആം ഗെയിം എന്ന ദുൽഖർ പടത്തിൽ ആന്റണി പെപ്പയും ഉണ്ടാവുമെന്നതാണ്. എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് സംബന്ധിച്ച് ഒരു വിവരങ്ങളും തന്നെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുമില്ല. സിനിമയുടെ സംവിധാനം നിർവഹിക്കുന്നത് നഹാസ് ഹിദായത്താണ്. ഐ ആം ഗെയിം കംപ്ലീറ്റ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലെത്തുന്ന ഒരു സിനിമയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു മാസ് ആക്ഷൻ ഹീറോ ആയിട്ടായിരിക്കും ദുൽഖർ ചിത്രത്തിലെത്തുക. എന്നാൽ ചിത്രത്തിലുള്ള ആന്റണി പെപ്പയുടെ റോളിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടുമില്ല. ഇസ്മായിൽ അബൂബക്കർ, സജീർ ബാബ, നഹാസ് ഹിദായത്ത് തുടങ്ങിയവരാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിനായി കാത്തിരിക്കുകയാണ് സിനിമാ ആരാധകർ. കുറച്ചു നാളത്തെ കാത്തിരിപ്പിന് ശേഷം അജിത് ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയുടെ ട്രെയിലർ ആരാധകരിലേക്ക് എത്തിയിരിക്കുകയാണ്. റിലീസായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിൽ അജിത് ഫാൻസ് തൃപ്തികരമായ മറുപടികളാണ് പറയുന്നതെങ്കിലും ഒരു ഭാഗം പഴയ സിനിമകളുടെയൊക്കെ പാട്ടുകളുടെയും മറ്റും ഒരു മാഷപ്പ് പോലെ ആണിതെന്നും അഭിപ്രായം ഉന്നയിക്കുന്നു. ട്രെയിലറിലെ BGM ഒക്കെ തന്നെ പഴയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ബ്ലെൻഡായിട്ടാണ് പോകുന്നത്. പക്ഷേ ട്രെയിലറിൻ്റെ വരവോടുകൂടി ഭൂരിഭാഗം ആരാധകരും വലിയ പ്രതീക്ഷകളാണ് സിനിമയ്ക്ക് നൽകുന്നത്. ഇതൊരു മരണമാസ് പടമാകുമെന്നും തല അജിത്തിൻ്റെ അടുത്ത ഹിറ്റായി മാറുമെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചിത്രത്തിൽ അജിത്തിനു പുറമെ തൃഷ കൃഷ്ണൻ, SJ സൂര്യ, മലയാള താരങ്ങളായ നസ്ലൻ, ഷൈൻ ടോം ചാക്കോ, തമിഴ് നടൻ പ്രഭു, ശ്രീലീല, യോഗി ബാബു, അർജുൻ ദാസ് തുടങ്ങി പ്രമുഖ ആക്ടേഴ്സാണ് അഭിനയിക്കുന്നത്. ആദിക് രവിചന്ദ്രനാണ് ചിത്രത്തിൻ്റെ സംവിധാനവും തിരക്കഥയും നിർവഹിക്കുന്നത്. സിനിമ ആക്ഷൻ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിലാണ് എത്തുന്നത്. ചിത്രത്തിൻ്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് 2025 ഏപ്രിൽ 10-നാണ്. ഗുഡ് ബാഡ് അഗ്ലിയുടെ ടിക്കറ്റുകൾ വലിയ തോതിലാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിക്കപ്പെടുന്നത്. എന്തായാലും അജിത്ത് ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വക റിലീസ് ദിവസം ഉണ്ടാവുമോ എന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം. ഈ രണ്ട് ചിത്രങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്